ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ നാട്ടിൽ പോകാൻ കേട്ടോ. എൻ്റെ അമ്മേൻ്റെ നാട് പറഞ്ഞത് ശ്രീകണ്ഠപുരമാണ്. അപ്പോൾ ഞാനും ഏട്ടനും അനിയത്തിയും കൂട്ടിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മ 5 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അച്ചച്ചനും അമ്മമ്മയും അതുപോലെ തന്നെ എൻ്റെ ഇളയ മാമനും അമ്മായിയും മോനും ഉണ്ട് കേട്ടോ. എൻ്റെ അച്ചച്ചനും അമ്മമ്മയും നിൽക്കുന്ന തറവാട് വീട് ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ മാമൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുകളിലാണ് എൻ്റെ അച്ചച്ചനും അമ്മമ്മയും നിൽക്കുന്നത്. എനിക്ക് ടോട്ടൽ 3 മാമന്മാരാണ്. അതിൽ ഇളയ മാമൻ്റെ വീടാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മായി നല്ലോണം ഫുഡാക്കും കേട്ടോ. എല്ലാ വിഭവവും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അമ്മായി നമുക്ക് സാൻഡ്വിച്ചും പിന്നെ ഒരു ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ഷേക്കും ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമ നമ്മുടെ പുറകിൽ നിന്നു കേട്ടോ, അന്നീ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ നേരെ അച്ചച്ചൻ്റെ അമ്മമ്മേൻ്റെ അടുക്ക് പോകുന്നു. അപ്പം നമ്മൾ പോകുമ്പോഴേക്കുണ്ട് അവർ രണ്ടാളും പുറത്തിരുന്നിട്ട് ചായ കുടിക്കുന്നു. അങ്ങനെ അമ്മമ്മ വേഗം നമുക്ക് ചായയൊക്കെ ആക്കി തന്നു കേട്ടോ. പിന്നെ അച്ചച്ചനോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു. നമ്മളെ വീടിൻ്റെ സൈഡിൽ പുഴയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പം എന്തോ റിസോർട്ടൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോഴൊക്കെ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ആ സ്ഥലം മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയിട്ടോ. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ നിന്നു കേട്ടോ. അവിടെ അങ്ങ് ദൂരെയുള്ള മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനക്കൊന്ന് പുഴയ്ക്ക് കയറുന്നു. അങ്ങനെ ഞാനും മാമനും ഏട്ടനും അനിയത്തിയും കൂടിയിട്ട് നമ്മൾ പുഴയിലേക്ക് ഈ സ്റ്റെപ്പ് വഴി കീയോന്ന്. ഇത് മുന്നൊന്നും ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവരാക്കിയതാണ്. ആ സ്റ്റെപ്പിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടാ, അത് കുറച്ച് കുന്ന് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ കുറച്ച് പണിയുണ്ട്, പക്ഷെ പിടിച്ചിട്ടൊക്കെ വരാനാവുള്ളൂ. അപ്പോൾ അമ്മായിയും ചെക്കനും പറഞ്ഞു നമ്മ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വന്നു. ഈ ആരോ മാർക്കിട്ട സ്ഥലമാണ് നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ചെറുപ്പത്ത് കുളിക്കാനും അതുപോലെ തന്നെ അമ്മമ്മ അലക്കാനൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ചെറുപ്പകാലം നല്ലോണം ഓർമ്മ വന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കസിൻസിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് പുഴയുടെ സൈഡ് വന്ന് കുളിക്കുന്നു, നനക്കുന്നു, അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം. മാമൻ നല്ല സപ്പോർട്ടാണ് കേട്ടോ, വീഡിയോ എടുക്കാനായാലും വീഡിയോയിൽ നിൽക്കാനായാലും. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് കയറാൻ നിൽക്കുമെന്ന്. അപ്പോൾ തന്നെ സന്ധ്യയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എത്തുമ്പോഴൊക്കെ അമ്മമ്മ വിളക്കത്തിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ എൻ്റെ പണ്ടത്തെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, ചെറുപ്പത്തെ. അതൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നു ഈ വീട് കാണുമ്പം. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞിരുന്ന് നമ്മൾ നേരെ താഴേക്ക് പോയിട്ടോ, മാമൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് ചെക്കൻ പറഞ്ഞു, ചേച്ചി വിഷുവിന് പൊട്ടിച്ച പടക്കങ്ങൾ കുറച്ച് ബാക്കിയുണ്ട്, നമുക്കത് പൊട്ടിച്ചാലോ. അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കമ്പിത്തിരി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ പൊട്ടുന്നതിനോട് വലിയ താല്പര്യമില്ല, എനിക്കത് കേൾക്കുമ്പോഴേ ഞാൻ ചെവി കുത്തും കേട്ടോ. ഞാൻ കമ്പിത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ചെയ്യുമ്പോൾ ഏട്ടനുണ്ട് ബോംബും മറ്റേ കുറ്റിയോടെയൊക്കെ എടുത്തിട്ട് വരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളിലിരിക്കുക, നിങ്ങൾ പൊട്ടിച്ചിട്ട് ബാക്കി കമ്പിത്തിരി കത്തിക്കാന്ന്. അങ്ങനെ മാമനും അമ്മായിയും എല്ലാവരും കൂടി നമ്മൾ കമ്പിത്തിരി കത്തിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പടക്കൊക്കെ പൊട്ടിച്ച് വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞിട്ട. അങ്ങനെ 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ. അങ്ങനെ അമ്മായി നമുക്ക് വേണ്ടിയിട്ട് ഷവായി ചിക്കൻ അതൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായി സ്വന്തം ആക്കിയതാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മായിയോട് പറഞ്ഞില്ല, അമ്മായി നല്ലോണം കുക്ക് ചെയ്യും. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഞാൻ അടുക്കളയിൽ നെല്ലിക്ക ഉപ്പിലിട്ട് അതുപോലെ തന്നെ മാങ്ങയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നെല്ലിക്കയും മാങ്ങയും കൂടി കഴിച്ചു. ഫുഡും കഴിച്ച ശേഷം നമ്മൾ ഫുൾ വൈബായിരുന്നു കേട്ടോ, പാട്ടും ഡാൻസും. അങ്ങനെ പോവാൻ സമയമായി. അമ്മായിയും മാമനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പോകണ്ട, നാളെ പോവാന്ന്. പിന്നെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പറഞ്ഞു ഒരു ദിവസം നിൽക്കാനായിട്ട് തന്നെ വരാം. ഓമൻ നമ്മൾ മുകളിൽ കയറിയിട്ട് അച്ഛനും അമ്മമ്മയോട് പോകുന്നു പറഞ്ഞിട്ട് തന്നെ നമ്മൾ താഴേക്ക് വന്നു. അങ്ങനെ അവരോടും ബൈ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.